ഈ കുടുംബത്തോട് കൂടിയുള്ള ആഘോഷമാ ഞങ്ങൾക്ക് വലുത്. ഇനിയിപ്പോ പൊടി ഏതാണെങ്കിൽ എന്താ? കൊച്ചമ്പ്രാൻ പറഞ്ഞത് ശരിയാ. നമ്മള് കൊണ്ടുവന്ന എല്ലായിടത്തും മാറ്റി വെച്ചേക്ക്. നിങ്ങളോടെന്താ ഇനി പ്രത്യേകം പറയണോ? അത് അവിടെ കൊണ്ട് വയ്ക്കേ. പ്ലാനിങ് പൊളിഞ്ഞല്ലോ വരണേ. അപ്പൊ ഇതും അവര് നേരത്തെ കുട്ടി അറിഞ്ഞെന്നല്ലേ? ആർക്കറിയാ ഓർമ്മല്ലേ? എന്നോട് വെച്ച് ഞാൻ എന്താ പറയാ? ഞാനും നിങ്ങളെ പോലെയല്ലേ. കൊച്ചമ്പ്രാൻ തന്നെ ആദ്യം തുടങ്ങിക്കൊള്ളുക. ഈ വീട്ടിലെ മുതിർന്ന വ്യക്തി എന്റെ അജയേട്ടനാ. അജയേട്ടാ, ഏട്ടൻ തന്നെ തുടങ്ങിക്കോ. അത് വേണ്ട, നീയാണിപ്പോ രാജാധിപതി, നീ തന്നെ തുടങ്ങ്. അജയേട്ടാ, അതെന്റെ കടമ മാത്ര, അല്ലാതെ സ്ഥാനമല്ല. ഏട്ടനും ഏടത്തെയും വേണത് തുടങ്ങാൻ. അജയേട്ടാ, ഇങ്ങോട്ട് വന്നേ. അജയ, ചെല്ല് മോനെ. ഊർമിളെ, നീയും ചെല്ല്. ചെല്ല് ചെല്ല്. പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നെന്ന് മാത്രം നോക്കിക്കോ. ഏതെങ്കിലും വിധത്തില് പ്ലാൻ വർക്കൗട്ട് വരുന്നു. നിക്കുന്നേ, എന്താ ഈ കാണിക്കുന്നത്? ഹോളി കളിക്കുകയാണോ അതോ ചന്ദനം പുരട്ടുകയാണോ? അച്ഛനുണ്ടായിരുന്ന ഇപ്പൊ എല്ലാരെയും നിറങ്ങളുടെ പൊടിക്കകത്ത് മുക്കിയെടുത്ത് തിരിച്ചറിയാൻ പറ്റാതെ ആക്കിയേനെ. വെള്ളവസ്ത്രം മുഴുവൻ മഴവില് പോലെ ആക്കിയേനെ. കഴിഞ്ഞ വർഷത്തെ ആഘോഷം എന്ത് അടിപൊളിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇവിടെ വൈദേഹിയും ശ്രേയയും തമ്മിലുള്ള മത്സരമായിരുന്നു. ഈ വർഷം ആരാ മത്സരിക്കുക? ഇപ്പോഴും ഒരു മത്സരം നടത്താനുള്ള വകുപ്പുണ്ടാ ചേട്ടാ? അതെങ്ങനാ ദേവാ? ഞാൻ പറഞ്ഞുതരാം. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നിറങ്ങൾ എടുത്ത് എറിയണം. അവസാനം ഏറ്റവും കുറഞ്ഞ നിറം ആരുടെ ദേഹത്താണോ അവരാണ് വിജയി. എങ്ങനെയുണ്ട്? അത് പൊളിയാ, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തമ്പുരാ. അങ്ങനെ തന്നെ കളിക്കാം. ഇപ്പോഴാണ് കളി ചൂട് പിടിച്ചത്. എന്നാ തുടങ്ങിയാലോ? ഞാൻ റെഡിയാ. ഇനിയാണ് കളി പൊടി പൂരാവാൻ പോകുന്നത്. ഒന്നുമില്ല, കളറ് തേച്ചു കൊടുത്തതാ. നിങ്ങൾ കളിച്ചു. ശരി തമ്പുരാട്ടി. ഉച്ച തൊട്ട് നീ ദേവന്റെയും വൈദേഹിയുടെയും പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്നിട്ടും അവര് രക്ഷപ്പെട്ടോണ്ടിരിക്കുക. നാണമില്ലേ നിനക്ക്? എല്ലാവരുടെയും ശ്രദ്ധ മത്സരത്തിലാണ്. ഇപ്പൊ പൊടികൾ തമ്മിൽ മാറ്റിയാൽ പോലും ആരും ശ്രദ്ധിക്കത്തില്ല. നീ നമ്മളെ കൊണ്ടുവന്ന് എടുത്തോണ്ടോ. ആരും അറിയാതെ മത്സരത്തിനിടയിൽ ഈ പൊടിയും ആ പൊടിയുമായിട്ട് കലർത്താം. എന്നിട്ട് ദേവന്റെയും വൈദേഹിയുടെയും മുഖത്ത് പുരട്ടണം. ശരി ഊർമിള, ഇനി നീ കണ്ടോ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ പെട്ടെന്ന് ചെല്ല്. ഹാപ്പി ഹോളി. താങ്ക് യു. സെയിം ടു യു. ഇവര് രണ്ടുപേരും എവിടെ പോയി കിടക്കുക? ഭഗവാനെ,
ഇത്രയും നേരം നമ്മൾ കണ്ണുവെട്ടിച്ചു. ദേവേട്ടാ, ആ എല്ലാവരും ഹോളി ആഘോഷിക്കുന്നില്ലേ? ആ. നമുക്കും ആഘോഷിക്കണ്ടേ? ആ കഴിഞ്ഞ വർഷത്തെ ഹോളിക്ക് എന്താ സംഭവിച്ചെന്ന് മോക്ക് നന്നായിട്ട് അറിയാലോ. എന്നാ പിന്നെ ഈ വട്ടം അങ്ങനെ തന്നെ ആവട്ടെ. ദേ രണ്ടുപേരും അവിടെ ഉണ്ട്. വിടരുത്, അവര് വിടരുത്. കൊച്ചുമ്ര നിക്ക്. തമ്പുരാട്ടി ഇപ്രാവശ്യം അവരെ മിസ് ചെയ്ത് കളഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യാ? ഊർമിളെ, നീ കൂടി ചെല്ല്. ചെല്ല് ചെല്ല്. അമ്മ കൂടി ചെല്ല്. നീ എവിടെ പോവാടാ? ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അമ്മ ചെല്ല. ദേവേട്ടാ, നമ്മളിവിടെ ശരിക്കും ഒളിച്ചിരിക്കുവാണോ? എന്തേ, നിനക്ക് സംശയമുണ്ടോ? അവർ രണ്ടുപേരും എവിടെയാ? എങ്ങോട്ടാ മുങ്ങിയേ? അവര് വരുന്നുണ്ട്. കാണുന്നില്ലല്ലോ. ഏയ് ദേ അവിടെയുണ്ട്. ഇവിടുന്ന് മാറാ. ഓടിക്കോ. ദേവാ, ഓടരുത്. ഹാപ്പി ഹോളി! ഹാപ്പി ഹോളി! ഹാപ്പി ഹോളി!
ദേവേട്ടാ, ദേഹം മൊത്തം ചൊറിയുന്നുണ്ടല്ലോ. എനിക്കും ചൊറിയുന്നുണ്ട്. നിനക്ക് ജയിക്കണോ? അതിന് ഞാൻ സമ്മതിക്കില്ലല്ലോ. എന്തേ കാണിക്കുന്നേ? അജയ് വേണ്ടടാ. ചൊറിയുന്നു. ഊർമിളെ, ആ കളർ എന്റെ മേത്ത് തേച്ച്. ഊർമിളെ, രണ്ടുപേരൊന്നും മിണ്ടായിരുന്നേ. നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നത് ഡ്യൂപ്ലിക്കേറ്റാ. അത് കണ്ടോ രണ്ടുപേരും അവിടെ ഡാൻസ് കളിക്കുന്ന? ശരിയാ, ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. അതേടാ കുന്തം. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കാര്യമെങ്കിലും മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? ഛേ, വേസ്റ്റ് ഫെലോ. അത് ശരി. എല്ലാം കൊണ്ട് കൊളവാക്കും. യൂസ്ലെസ് ഫെലോ. ഓ ഗോഡ്. ഊർമിളെ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഊർമിളെ. ശരിയാ, എന്റെ കണ്ണു നേർന്നു. എടാ കാലാ, നീ പണിയിപ്പിച്ചല്ലേ? അവസാനം എനിക്കിട്ട് തന്നെ പണഞ്ഞല്ല. അയ്യോ, നീർന്നേ, നീർന്ന്, എനിക്ക് നീർന്ന. എന്താ പറ്റിയേ? അയ്യോ, ചൊറിയുന്നു. അയ്യോ, എനിക്ക് കണ്ണു കാണുന്നില്ല. അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. എന്താ ചെറിയമ്മേ, ചെറിയമ്മേ, എനിക്കൊന്നും കാണുന്നില്ല. അയ്യോ, മാത്രമേ ഉള്ളൂ. വരുൺ, വരുൺ, നീ എവിടെയാടാ? എവിടെ പോയി കിടക്കാടാ? വരുൺ, 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 വരുൺ. അയ്യോ വരുണേ, ഇത് വല്ല ചൊറിയണോ ഉണക്കി പൊടിച്ചതാണോടാ? അയ്യോ, അയ്യോ, അയ്യോ. വരുൺ, കണ്ണ് കാണാൻ പറ്റുന്നില്ലടാ. വരുൺ, നീ എവിടെ പോയി കിടക്കാടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കണ്ണ് കാണാൻ വയ്യടാ. അതെങ്ങനെയാ കാണാതാവുക? അയ്യോ, അയ്യോ, ശരിക്കും എനിക്ക് കണ്ണ് കണ്ടൂടാ. എല്ലാം ഇരുട്ടി പോലെ കാണുന്ന. ചെറിയമ്മ, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി. ഊർമിളെ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചൊറിയാണോ വലുത്? ഊർമിളെ, കണ്ണ് കാണാതായത് എങ്ങനെയാ? കണ്ണിൽ പൊടി വീണതായിരിക്കും. നീ കണ്ണൊന്ന് നന്നായിട്ട് കഴുകാൻ നോക്ക്. പക്ഷെ ഈ ചൊറിച്ചിൽ എന്ത് ചെയ്തിട്ട് മാറുന്നില്ലല്ലോ. ജീവൻ പോകുന്ന എന്റെ ഈശ്വര. വെള്ളം, വെള്ളം എവിടെ ചെറിയമ്മേ? ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. വെള്ളം എവിടെ? വരണേ, ഒന്ന് പിടിക്കടാ. പിടിക്ക്. ഞാൻ പിടിച്ചോണ്ട് പോവാ. അതൊക്കെ നടക്ക്. അയ്യോ, ഭയങ്കര മങ്ങല്. ഇപ്പോഴൊന്നും കാണുന്നില്ലേ? ഇല്ല ചെറിയമ്മേ. ശരിക്ക് കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഒന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ,
അവരുടെ കണ്ണ് പോകുന്നു കരുതിയപ്പോ ഇപ്പൊ ദേ എന്റെ കണ്ണാ പോയത്. അയ്യോ ഊർമിളെ ഊർമിളെ, നീ ധൈര്യം ഇട്ടിരിക്കും, നിനക്കൊന്നും പറ്റില്ല. വരുൺ, നീ ആ ബക്കറ്റിലെ വെള്ളം കൊണ്ടെടുത്തേ. ചെറിയമ്മേ ചെറിയമ്മേ, ഇത്തവണയും പ്ലാൻ റിവേഴ്സ് ആയല്ലോ. എന്റെ കണ്ണ് പോയെന്നാ ഊർമിളെ, തോന്നുന്നത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ധൈര്യം ഇട്ടിരിക്കെ, സമാധാനായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കണ്ണിങ്ങനെ തുറന്നു പിടിച്ചോണ്ട് നീ ഈ ബക്കറ്റിലേക്ക് തലയൊന്ന് മുക്ക്. കണ്ണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോളൂ, കാഴ്ചക്ക് തെളിച്ചും കിട്ടും. അതെയോ? ധൈര്യമായിട്ട് മുങ്ങിക്കോ. ഇപ്പൊ കണ്ണ് കാണുന്നുണ്ടോ? ഇല്ല, നേരം പോകുന്തോറും കണ്ണ് മങ്ങി മങ്ങി വരിക. എനിക്കിപ്പോ ഒന്നും കാണാൻ ശരി 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 പറ്റില്ല. ഊർമിള, നിനക്കൊന്നും പറ്റില്ല. ശരി, ഒന്നൂടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും കാണുന്നില്ല. ഒന്നൂടെ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. അയ്യോ, മതി, നിർത്തിക്കേ. മതി, ഇനി എനിക്ക് പറ്റില്ല. അതല്ല ഓർമ്മളെ, 5 മിനിറ്റ് വെള്ളത്തിനകത്ത് മുഖം മുക്കിയ കണ്ണിനകത്തുള്ള എല്ലാം പോയിക്കോളും. കണ്ണ് കാണുകയും ചെയ്യും. ഒന്നുകൂടെ ചെയ്തു നോക്ക്. എന്ത്? 5 മിനിറ്റോ? ബക്കറ്റിൽ തലേ മുക്കി നിക്കണോന്നോ? നീ എവിടെയാടാ വരണേ? ഇവിടെയുണ്ട് ഓർമ്മളെ. ഇത് നിന്റെ കവളല്ലേ? അതെ, എന്റെ കവള് തന്നെ. ആണല്ലേ? പിന്നല്ലാണ്ട് 5 മിനിറ്റ് വെള്ളത്തിൽ തലയും മുക്കി നിന്ന ഊർമിളെ, അയ്യോ ഊർമിളെ, തല്ലല്ലേ. ഊർമിളെ, ഊർമിളെ, എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഊർമിളെ. തല്ലല്ലേ. അയ്യോ ഊർമിളെ, അയ്യോ ഊർമിളെ, വേണ്ട. കേട്ടില്ലേ അമ്മ വരണ എന്താ പറയുന്നത്? അമ്മേ, എനിക്ക് ക്രീം കിട്ടി. ക്രീം കിട്ടിയെന്നോ? എടാ നിക്കടാ. ചെറിയമ്മേ, അയ്യോ, എല്ലാരും എന്നെ ഇവിടെ ഇട്ടേച്ച് പോയല്ലോ. ഭഗവാനെ, അല്ലെങ്കിൽ തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? അയ്യോ, ആരാ എന്നെ രക്ഷിക്ക? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാരും എവിടെ പോയി കിടക്കുക? എന്താ കൈ വല്ലാണ്ട് ചൊറിയുന്നേ? ലക്ഷ്മി, എണ്ണ എടുത്തോണ്ട് വാ. എന്തു പറ്റിയാ ചേട്ടാ? 2 കൈയിലും നല്ല നീറ്റലും ചൊറിച്ചിലും. കളർപ്പൊടി അലർജി ആയതായിരിക്കോ? അതിനെല്ലാം ഓർഗാനിക് ഐറ്റംസ് അല്ലേ നമ്മൾ വാങ്ങിയത്. അങ്ങനെ അലർജി വരാൻ ഒരു ചാൻസും ഇല്ല. ഇതെന്താ പടിക്കെട്ടാണെന്ന് തോന്നല്ലോ. ആരെയാ വിളിക്കുക? അജയ, അജയ, അജയ. അജയ, അജയ, നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, എനിക്ക് ഒന്നും കാണാൻ വയ്യ. അജയ, 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 ഒന്ന് വാ. അജയ, 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 അജയ. എന്തിനായിരുന്നു നിലവിളിക്കുന്നത്? വന്നോ അജയ? എന്താ വേണ്ട? വാ. അജയ, ഞാൻ പറയുന്നത് കേക്ക്. അജയ, അമ്മേ. നിനക്ക് എന്താ? എന്തിനിങ്ങനെ നിലവിളിക്കുന്നത്? എന്തിനാ കരയുന്നത്? ഊർമിള എങ്ങോട്ടേ പോകുന്നേ? ഇവിടെ നിക്ക്. ഒന്നും കാണുന്നില്ല. ചുറ്റും ഇരുട്ട് മാത്രമേ. കണ്ണ് കാണുന്നില്ല. അതെങ്ങനെ പെട്ടെന്ന് കണ്ണു കാണാണ്ടാവുക? അന്ന് വായൊട്ടിപ്പോയതുപോലെ ഇന്ന് കണ്ണു കാണാണ്ടവൻ എന്താ ചെയ്തേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ബാക്കി 2 പേരുടെയും കണ്ണ് പോയിട്ടുണ്ടാവണമല്ലോ. അവർ 2 പേരും എവിടെ? എനിക്കൊന്നും കാണാൻ വയ്യ. വരുന്നു. എന്റെ മേത്തിലേക്കാ. നിക്കവിടെ. എന്താ പറ്റി? എന്താ പറ്റി? എടാ വരണേ, എന്താ പറ്റിയേ? ഊർമിള, എന്താ പറ്റിയെന്ന് പറ.
അയ്യോ അ, അ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. തീക്കകത്തെടുത്ത് ചാടിയ പോലെയുണ്ട്. അയ്യോ. ഏട്ടത്തിക്കാണെങ്കിൽ കണ്ണു കാണുന്നില്ല, ഇവർക്ക് ശരീരം മുഴുവൻ നീറ്റലും. എന്താ നിങ്ങൾ ഒപ്പിച്ചേ?